ജപമാല മാസത്തിൽ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് സാത്താൻ ആരാധനാ സംഘത്തിലെ പുരോഹിതനായിരുന്ന ബർട്ടോലോ ലോംഗോ ജപമാലയുടെ അപ്പസ്തോലനായി മാറിയ ചരിത്ര സംഭവം. ഇന്ന് ഇറ്റലിയിലെ പ്രസിദ്ധമായ പോംപെയ് നഗരത്തിലെ ജപമാല രാജ്ഞിയുടെ തീർത്ഥാടന ദേവാലയവും ബർട്ടോലോയുടെ ജപമാല ഭക്തിയുടെ ഫലമായിട്ടായിരുന്നു നിർമ്മിക്കപ്പെട്ടത്. പത്തൊൻപതാം നൂറ്റാണ്ടിൽ പോംപെയിൽ പണിതുയർത്തപ്പെട്ട ജപമാല രാജ്ഞിയുടെ ദേവാലയം ഇന്ന് തീർത്ഥാടകരുടെ പ്രവാഹം കൊണ്ട് ആഗോള കത്തോലിക്കരുടെ ഇടയിൽ അറിയപ്പെടുന്ന മരിയൻ ദേവാലയമാണ്. ദേവാലയത്തിൽ വണക്കത്തിലുള്ള ജപമാല രാജ്ഞിയുടെ അത്ഭുത ചിത്രം സാത്താനിക പുരോഹിതനായിരുന്ന ബർട്ടോലോ ലോംഗോയുടെ അത്ഭുത മാനസാന്തരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 1841 തെക്കൻ ഇറ്റലിയിലെ ഒരു സമ്പന്ന റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ബർട്ടോലോ നേപ്പിൾസിൽ നിയമ പഠനത്തിനായി പോയപ്പോഴായിരുന്നു തന്റെ വിശ്വാസത്തിൽ നിന്നും അകന്ന് സാത്താനാരാധന സംഘങ്ങളുടെ വലയത്തിലായത്. ക്രമേണ സാത്താനിക പുരോഹിതനായി നിയമിതനായ ബർട്ടോലോ സാവധാനം ഡിപ്രഷന് അധീനനാവുകയും ആത്മഹത്യാ ചിന്തകളിലേക്ക് നയിക്കപ്പെടുകയുമായിരുന്നു. തദവസരത്തിൽ ഫാദർ ആൽബർട്ടോ റാഡന്റെയെ പരിചയപ്പെടാൻ ഇടയായ ബർട്ടോലോ ജപമാല പ്രാർത്ഥനയിലൂടെ തന്റെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങുകയും ജപമാല ഭക്തി പ്രചരിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. 1871 ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേർന്ന ബർട്ടോലോയ്ക്ക് ജപമാല രാജ്ഞിയുടെ ഒരു ചിത്രം അത്ഭുതകരമായി ലഭിക്കുകയും ജപമാല രാജ്ഞിയുടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച പ്രസ്തുത ചിത്രത്തിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. 1901 ലയോ 13 പാപ്പ പ്രസ്തുത ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷകൾ നടത്തുകയും 2012 വത്തിക്കാൻ മ്യൂസിയം പ്രസ്തുത ചിത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഉണ്ടായി. എന്നെ സാത്താന്റെ പിടിയിൽ നിന്നും സംരക്ഷിച്ച പരിശുദ്ധ മറിയത്തെ കാണുകയാണ് എന്റെ ഏക അഭിലാഷം എന്നുരുവിട്ട് 1926 പോംപെയിൽ വെച്ച് മരണമടഞ്ഞ ബർട്ടോലോയെ 1980 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത്. 1979 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും 2008 ബെനഡിക്ട് 16 പാപ്പയും 2015 ഫ്രാൻസിസ് പാപ്പയും പോംപെയ് തീർത്ഥാടന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി പ്രാർത്ഥിച്ചിരുന്നു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.